പുതിയ ജനറൽ സെക്രട്ടറി എം.എ. ബേബിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. AKG സെന്ററിന് മുന്നിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കുകയാണ് പാർട്ടി പ്രവർത്തകർ. ഇപ്പോൾ CPIM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഷഫീദ് റാവുത്തറും വിശദാംശങ്ങളുമായി. ഷഫീദ്, ഗുഡ് ഈവനിങ്. AKG സെന്റർ ഒരു ആഘോഷ ലഹരിയിലാണല്ലോ. സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. CPM ജില്ലാ കമ്മിറ്റിയുടെ സ്വീകരണമാണ് AKG സെന്ററിൽ നടക്കുന്നത്. ഒരുപക്ഷെ EMS-ന് ശേഷം ആ പദവിയിലേക്ക് എത്തുന്ന ഈ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നേതാവ് എന്ന നിലയിൽ ആ പദവി, ഒരുപക്ഷെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള പദവി, അത് കേരളത്തെ സംബന്ധിച്ച് വലിയൊരു സ്വീകാര്യതയാണ്. മാത്രവുമല്ല എം.എ. ബേബി എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇത്രയധികം നയിച്ച, ഇത്രയധികം പദവികളിലിരുന്ന ഒരാളെന്ന നിലയിൽ അത് കേരളത്തിന് കിട്ടുന്ന, മലയാളികൾക്ക് കിട്ടുന്ന അംഗീകാരമായി CPM കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, അതേപോലെ തന്നെ തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി വി ജോയി ഉൾപ്പെടെയുള്ള ആളുകളാണ് എം.എ. ബേബി AK സെന്ററിലേക്ക് സ്വീകരിക്കുന്നത്. ചുവന്ന ഷാൾ അണിഞ്ഞ് മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രവർത്തകർ എം.എ. ബേബിയെ സ്വീകരിക്കുകയാണ്. പലതരത്തിലുള്ള രാഷ്ട്രീയ വഴക്കങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഒരുപക്ഷെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന യുവജന പ്രസ്ഥാനത്തിന് അമരക്കാരനാവുകയും പിൽക്കാലത്ത് സംഘടനാ പാർലമെന്റ് പ്രവർത്തനങ്ങളിൽ വൈഭവം തെളിയിക്കുകയും ചെയ്തു എം.എ. ബേബി. പാർട്ടിയുടെ ഭൗതിക ദാർശനിക മുഖങ്ങളിലൊന്ന് എന്ന രീതിയിൽ CPM എല്ലാ കാലത്തും ഉയർത്തിക്കാട്ടിയ മുഖം കൂടിയാണ് എം.എ. ബേബി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SFIയുടെ അപൂർവരൂപമായ KSF-ലൂടെയായിരുന്നു എം.എ. ബേബിയുടെ രാഷ്ട്രീയ പ്രവേശനം. 1975 SFIയുടെ കേരള ഘടകം പ്രസിഡന്റായി. 1977 കൊല്ലം ജില്ലാ കമ്മിറ്റിയിലുമെത്തി. 1978 ലോക യുവജനമേളയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു എന്നുള്ളതും അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കിടയിൽ എം.എ. ബേബി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ ഗവേഷകൻ എന്ന രീതിയിൽ കൂടി അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയ ഒരു കാര്യമാണ്. 84-ലാണ് സംസ്ഥാന കമ്മിറ്റി അംഗമായത്. 89-ൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ബേബി 2012-ലാണ് PB-യിലെത്തുന്നത്. SFIയുടെയും DYFIയുടെയും നിർണായക ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. AKG സെന്ററിൽ മുൻപും ഏതൊക്കെ തരത്തിലൊക്കെ CPM പ്രതിരോധത്തിലാവുകയും അപ്പോഴൊക്കെ പാർട്ടിയെ നയപരമായ രീതിയിൽ വിശദീകരിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് എം.എ. ബേബി ചെയ്തിട്ടുള്ളത്. 83-ൽ DYFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി ചുമതല ഏറ്റെടുക്കും മുതൽ അദ്ദേഹം ഡൽഹിയിൽ കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അതിനൊക്കെ അപ്പുറത്തേക്ക് CPM-ന്റെ ദേശീയ മുഖമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് നമുക്ക് അദ്ദേഹം 2016 മുതൽ CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിലാണ് ബേബിയുടെ പ്രവർത്തനമെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിലാകെ അദ്ദേഹം പലതരത്തിൽ CPM-നെ രാഷ്ട്രീയമായി വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. AK സെന്ററിന്റെ മുൻപിൽ കാണാൻ സാധിക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചുള്ള തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി, EP ജയരാജൻ, A റഹീം MP അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ചേർന്നുകൊണ്ടാണ് എം.എ. ബേബി ഇപ്പോൾ AK സെന്ററിൽ സ്വീകരിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രീയ നിലപാടുകൾ ഇന്നലെ ചുമതല ഏറ്റെടുത്ത ശേഷം മുതൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ അടക്കം ചെറുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെയുള്ള പോരാട്ടം അത് തുടരും. കേരളത്തിലടക്കം കേന്ദ്ര സർക്കാർ നടത്തുന്ന ചില പ്രവണതകളുണ്ട്. അതിനടക്കം വെല്ലുവിളിക്കുന്ന ഇടത്തിലേക്കുള്ള പാർട്ടിയെ നയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടിയാണ് അദ്ദേഹം ഏൽക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതും ആ രീതിയിലുള്ള ആവേശകരമായ ഒരു സ്വീകരണമാണ് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. പാർട്ടി കോൺഗ്രസിൽ എം.എ. ബേബി ജനറൽ സെക്രട്ടറി ആക്കുന്നതിനെതിരെ ബംഗാൾ ഘടകം എതിർപ്പുന്നയിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നാൽ ബേബിയുടെ എതിർപക്ഷം പരിഗണിച്ചിരുന്ന കിസാൻ സഭ ദേശീയ പ്രസിഡന്റ് അശോക് ദാവലയുടെ നിലപാട് PB യോഗത്തിൽ വഴിത്തിരിവായി. മാത്രമല്ല അതിനുശേഷം ഇന്നലെ പാർട്ടി കോൺഗ്രസിൽ നടന്ന ചില നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ സംസാരിക്കുകയാണ്.